ഇറ്റ്സ് ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ഷനിലുള്ള മൂവിയല്ല, പുള്ളി അഭിനയിച്ച നല്ലൊരു കിഡിലൊരു തമിഴ് പടം DC ദേവദാസ് ആൻഡ് ചന്ദ്ര. എൻ്റെ മോനെ എന്ത് പടമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന ലെവലിലുള്ള പടം. ഇതിൽ എടുത്തു പറയേണ്ടത് അനിരുദ്ധിൻ്റെ മ്യൂസിക്, ആ ഒരു സ്റ്റോറിയിലെ കുറച്ച് സീക്വൻസസ് ഒക്കെ ആണ് ഭയങ്കര കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. മൂവി കിട്ടില്ല, സ്റ്റോറി വൈസ് പെർഫെക്റ്റ്, ഡയറക്ഷൻ, ആക്ഷൻ. മൂവി എങ്ങനത്തെ ഒരു മൂവിയാണ് ചോദിച്ചാൽ ഭയങ്കര ആക്ഷനുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വയലൻസ് ഉണ്ട്. സെൻസർ ബോർഡ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വയലൻസ് ഈ മൂവിയിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ മൂവിയിൽ എടുത്തു പറയാനുള്ളത് 2 പേരാണ്, ലോകേഷ് കനകരാജും പിന്നെ ഇതിലെ ആക്ട്രസ് വാമിക ഗബ്ബി, നമ്മുടെ ഏത് സിനിമ ഗോദ മലയാളം മൂവിയിലെ ആ നടി, പുള്ളിക്കാരിയും ഒരു രക്ഷയില്ലാതെ. ഇതിൽ എടുത്തു പറയേണ്ട ഇവർ 2 പേരും തന്നെ ഈ കാസ്റ്റിങ്ങിൽ ഇവർ 2 പേരാണ് ത്രൂ ഔട്ട് ദ മൂവി പൊളിച്ചടുക്കിയിരിക്കുന്നത്. വൻ കിടിലം സ്റ്റണ്ടും കിടിലം സീക്വൻസസ് ഒക്കെ ഉള്ള നല്ലൊരു പടം. ഇതിൻ്റെ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു കഥ പറഞ്ഞ് തുടങ്ങുന്നതും അങ്ങനത്തെ കുറച്ച് സീക്വൻസ് കാണിച്ച് പോകുന്നതാണ്. മൂവിയുടെ സ്റ്റോറി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, പോലീസും നമ്മുടെ സാധാരണ മനുഷ്യരുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പോലീസുകാരന്മാർ നീതി കാണിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ ഏറ്റെടുക്കുന്ന കുറച്ച് കുറ്റവാളികൾ എന്നുള്ള രീതിയിൽ പോകുന്നൊരു സ്റ്റോറിയാണ്. എന്തായാലും കൊള്ളാൻ നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നതാണ്. ഇൻട്രവെല്ലിൽ എത്തുന്നതിന് മുമ്പ് ഒരു സാധനം വെച്ച് നിർത്തും. പുള്ളി സാധനമാണ് മോനെ. അത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗൂസ് ബംസ് അടിച്ചിരിക്കും അനിരുദ്ധിൻ്റെ മ്യൂസിക് വെച്ചിട്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മ്യൂസിക് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ എന്തോ അതിൻ്റെ പേര്, രാഗ ഓഫ് റിവെഞ്ച്. ആ ഒരു മ്യൂസിക് പറയാനൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. നിങ്ങൾ ആ പാട്ടൊക്കെ കേട്ട് കാണുമ്പോൾ അത് ഓൾറെഡി വൈറലാണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് പോയിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ കൊണ്ടുപോകുന്നത് ലേഡി ക്യാരക്ടറാണ്. അതായത് വാമിക ഗബ്ബിയാണ് കൊണ്ടുപോകുന്നത്. ചന്ദ്ര എന്ന ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെയും വെച്ചിട്ടാണ് ഈ മൂവി ത്രൂ ഔട്ട് കിഡിലുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ പറയാനോ നെഗറ്റീവോ ഒന്നുമില്ല. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ എവിടെയൊക്കെ ചെറിയ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു ലാഗ് ഫീൽ ചെയ്യാം. ബട്ട് സ്റ്റോറി വൈസ് ഭയങ്കര പെർഫെക്റ്റാണ്. സെക്കൻഡ് ഹാഫ് കിടിലമാണ്. ക്ലൈമാക്സ് വീണ്ടും ഒരു ഗൂസ് ബംസ് വരുന്നൊരു സീനുണ്ട്. നല്ലൊരു ക്ലൈമാക്സ്, നല്ലൊരു എന്താ പറയുക, ഹാപ്പി എൻഡിങ്ങോട് കൂടിയ ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്.